ഇടുക്കി പൂപ്പാറയിൽ കണ്ട 80 കുടുംബങ്ങൾക്ക് മേലുള്ള ബുൾഡോസർ വിസ്മയം ഇങ്ങ് എറണാകുളം മേനകയിലും എത്തിയിരിക്കുന്നു. അടുത്തത് തെരുവോര കച്ചവടക്കാർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം ചട്ടിയും കലവും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. കാര്യം വൻകിട ഹോട്ടൽ മുതലാളിമാരുടെ ആൾക്കാരാണല്ലോ എറണാകുളത്ത് ഉൾപ്പെടെ അധികാരത്തിലിരിക്കുന്നത്. ഇടതുപക്ഷത്തെ ക്ലീൻ സ്വീപ്പ് ചെയ്യാൻ വോട്ട് ചെയ്തു കൊടുത്തവർക്ക് ഉടൻ തന്നെ ചൂടോടുകൂടിയുള്ള ആദരവെത്തിയതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം മേനകയിൽ വഴിയോര കച്ചവടക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ്. PWD ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലൈസൻസ് ഉള്ള കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. നല്ലത് തന്നെ. ഇത്രയും കാലം ഒരു തൊഴിലാളി സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ സകലത്തിനും കുറ്റം. പക്ഷേ ഒരു കുടുംബം പോലും കുടിയിറക്കപ്പെട്ടില്ല. പക്ഷേ അനേകം കുടുംബങ്ങൾക്ക്, ഏകദേശം 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീടുണ്ടായി. എറണാകുളത്ത് തന്നെ കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് അവിടുത്തെ തെരുവോരങ്ങളിലെ മനുഷ്യരെ മാറ്റിപ്പാർപ്പിച്ചു. 5 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ കൊടുത്തു. ഒരു മനുഷ്യരുടെയും ജീവനോപാധികളോ വരുമാനമോ അവരുടെ കിടക്കപ്പായോ ഇതുവരെ നശിപ്പിക്കപ്പെട്ടില്ല. ഇനി മാറേണ്ടത് അത്യാവശ്യമായിരുന്നല്ലോ. മാറിയതിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. PWD ഉദ്യോഗസ്ഥരാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. UDFന്റെ ആചാരപ്രകാരമാണെങ്കിൽ PWD വകുപ്പ് ലീഗിനുള്ള വകുപ്പാണ്. സ്വാഭാവികമായിട്ടും എറണാകുളത്തെ ലീഗ് അനുകൂലികളുടെ ഹോട്ടലുകളുടെ കച്ചവടങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഈ തെരുവോര കച്ചവടക്കാരാണ്. അവന്മാരുടെ പെട്ടിയും പ്രമാണം എടുത്താൽ മാത്രമേ ഇനി കച്ചവടങ്ങൾ ഒന്ന് കൊഴിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അധികാരത്തിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മന്ത്രിസഭ പോലും അധികാരമേറ്റിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ആരാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് കാണാനിരിക്കുന്നത്. എന്തായാലും നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇടുക്കി പൂപ്പാറയിൽ 80 കുടുംബങ്ങളെ സുപ്രഭാതത്തിൽ ബുൾഡോസറും കൊണ്ടുവന്ന് സകലതും ഇടിച്ചു നിരത്തി. ഏകദേശം 60 വർഷത്തിലേറെയായിട്ട് ജീവിക്കുന്ന മനുഷ്യരെയാണ് ഒരു സുപ്രഭാതത്തിൽ തെരുവിലേക്ക് ഇറക്കി വിട്ടത്. അതുപോലെ പിണറായി സർക്കാരിന്റെ കാലത്ത് തെരുവോര കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുത്ത് അവരുടെ ജീവിത ഉപാധികളെ കൂടുതൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റിയ സംവിധാനത്തെ ഇനി അങ്ങനെയുള്ള സംവിധാനമൊന്നും ഈ നാട്ടിൽ വേണ്ട. ഏറ്റവും പാവപ്പെട്ടവരൊന്നും ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല. അവന്റെ വീട്ടിലെ വരുമാനം ഇവിടുത്തെ പണക്കാരന്റെ ലാഭത്തെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അവനെയൊക്കെ കൂടോടെ കുടിയൊഴിപ്പിക്കണമെന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ മുൻകാലങ്ങളിലെല്ലാം കോൺഗ്രസും ലീഗും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് എറണാകുളത്തേക്ക് മാറ്റിപ്പറിച്ച് നടന്നു എന്നേ ഉള്ളൂ. ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് അതിന് ഒരു സ്മരണ വേണ്ടേ? എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തെ ക്ലീൻ സ്വീപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുഴുവൻ സീറ്റിലും തോൽപ്പിച്ച് പിന്തുണ കൊടുത്തവരാണല്ലോ നിങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജയിപ്പിച്ചു വിട്ടവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം? കൈയടിച്ച് സ്വീകരിക്കണം. അതേ അവിടുത്തെ തെരുവോര കച്ചവടക്കാരടുത്ത് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. വലതുപക്ഷ സർക്കാരുകൾക്ക് തൊഴിലാളികളോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം എത്ര പറഞ്ഞാലും ഈ നാട്ടിലെ പല മനുഷ്യർക്കും മനസ്സിലാകില്ല. ഫോണിലൂടെ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് അതിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന് കേട്ടിട്ട് മതം പറഞ്ഞവർക്ക് വോട്ട് കൊടുത്തപ്പോൾ നാളുകളിൽ നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് പ്രശ്നമായെങ്കിൽ ഇനി അത് ഇന്നലകളിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞവരടുത്ത് പോയി ചോദിക്കുക എന്നത് മാത്രമേ നിർവാഹമുള്ളൂ. ഇറക്കി വിട്ടു കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനില്ല. അധികാരം 102 സീറ്റിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പലതും കാണിക്കും. പ്രത്യേകിച്ച് PWD വകുപ്പാകുമ്പോഴത്തേക്കും ലീഗിന്റെ പല വേണ്ടപ്പെട്ടവർക്കും കഴിഞ്ഞ 10 വർഷമായിട്ട് കച്ചവടമൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ പണം ഇറക്കിയതാണ്. ആ പണം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുത്തത് ഒട്ടും അത്ഭുതമല്ല. തുടക്കം മാത്രം. പലർക്കും ഇതുപോലെ 8ന്റെ പണി തേടി വരുന്നുണ്ട്.